പ്രത്യേകിച്ച് സമാന ചിന്താഗതിക്കാരാണല്ലോ ഈ ഇരിക്കുന്നത്. ഏതാണ്ട് നമ്മുടെയൊക്കെ ചിന്ത ഒന്നാണ്. നമ്മൾ സമാന ചിന്താഗതിക്കാരാണ്. വളരെ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കേണ്ട ആളുകളാണ്. ഇനി മക്കള്, ചെറുപ്പക്കാര്, കാരണവന്മാരും ആളുകൾക്ക് പറഞ്ഞുവിടണം. ആളുകൾക്ക് നാടൻ ഭാഷയിൽ പറയട്ടെ, അന്തം കൊടുക്കണം. വെറുതെ അത് ഇത് സുന്നി മുജാഹിദ് ജമാഅത്ത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കണ്ട. അതൊക്കെ ഉള്ളിലെ കാര്യങ്ങളാണ്. അതിന് പേര് തർക്കം വേണ്ട. ഓരോരുത്തരും കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ. ഓരോരുത്തർക്കും നന്നായി തോന്നുന്നത് ചെയ്തോളൂ. നമ്മളെ കാട്ടിക്കൂട്ടൽ കണ്ടിട്ട് ഇതാണ് അപ്പൊ ദീനെന്ന് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കരുത്. ദീനിന്റെ സൗന്ദര്യം നമ്മുടെ വാക്ക്, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ പ്രസംഗം, നമ്മുടെ വായന. ചോദ്യങ്ങൾ ഉണ്ടാക്കരുത്. അല്ല, എന്താ മോലിയർ അങ്ങനെ പറഞ്ഞത്? ഇനി അതിനെന്താ തെളിവ്? ഈ തെളിവ് പറയാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഏതെങ്കിലും മുക്കുമൂലയിൽ പോയി തെളിവ് തപ്പിപ്പിടിച്ചു കൊണ്ടുവരേണ്ടതൊന്നും പറയണ്ടല്ലോ. അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ എന്ന് ഖുർആൻ പറഞ്ഞ പിന്നെ അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച മാതിരി നല്ലത് ഇഷ്ടംപോലെ ഉണ്ട്. ഞാൻ കുട്ടികളോടൊക്കെ പറയലുണ്ട്, നിങ്ങൾക്ക് വയന്ന് പറയണോ, നിങ്ങൾക്ക് ഉപദേശിക്കണം. ഹദീസ് നോക്കിയാൽ മതി, ഖുർആൻ നോക്കിയാൽ മതി. അതിൽ തന്നെ ഉണ്ട് കഥ, അതിൽ തന്നെ ഉണ്ട് ഗുണപാഠം. പിന്നെ കെട്ടുകഥകളൊന്നും വേണ്ട. അപ്പോ ശരിയായ ദീനിന്റെ പ്ലെയിൻ ആയിട്ടുള്ള അധ്യാപനങ്ങൾ, അള്ളാന്റെ കലാമ്, അള്ളാന്റെ റസൂലിന്റെ ഹദീസ്, അതിലെ സഹീഹായത് തന്നെ ഉണ്ട്. ആ സഹീഹായത് അനുസരിച്ച് പോയാൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെയാണ്. ആരെ മുന്നിലും ഈ ദീനാണ് നല്ലത് എന്ന് ആരും പറഞ്ഞു പോകും. അങ്ങനത്തെ ഒരു ദീൻ പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ആവശ്യമില്ലാത്തതൊക്കെ ഒഴിവാക്കി, ആവശ്യമില്ലാത്ത പിന്നെ ചർച്ചകൾ ഉണ്ടാക്കി, ഇങ്ങനെ ദീനിനെ വികലമാക്കാത്ത, ഇന്നിപ്പോ ദീന വിമർശകരൊക്കെ നിങ്ങൾ അങ്ങനെ ആ മോര്യർ അങ്ങനെ പറഞ്ഞില്ല, ഈ മോര്യർ അങ്ങനെ പറഞ്ഞില്ല, ക്ലിപ്പുകൾ ഇങ്ങനെ ഇട്ടിട്ട് ഇടങ്ങറാവുകയാണ്. നമ്മൾ പ്രതിരോധത്തിലാവുകയാണ്. നമുക്ക് നമ്മളെ ആളുകളെ തള്ളി പറയാൻ പറ്റുമോ? അപ്പൊ അതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല മട്ടത്തില്, സാധാരണക്കാരും അങ്ങനെ തന്നെ, ഒരുപാട് തർക്കങ്ങളൊന്നും വേണ്ട, നേരെ തെളിഞ്ഞ് അതന്നെ ഉണ്ട്, ഇഷ്ടം പോലെ ഖുർആനൊക്കെ ഉണ്ട്, അതൊക്കെ പറഞ്ഞാൽ മതി. അതിലൊന്നും മുജാഹിദാണെന്നും ജമാഅത്താണെന്നും ദിക്റും സ്വലാത്തും വേണ്ടെന്നും പിന്നെ അകറത്ത് മറക്കണ്ടെന്നും പെണ്ണുങ്ങൾ പിന്നെ ഭർത്ത ധരിക്കണ്ടെന്നും ഇതിലൊക്കെ ചെയ്യണം തന്നെയാണുള്ളത്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അബ്ദുൽ ഹക്കീം ഫൈസി പേര് കേട്ടാൽ എല്ലാവർക്കും അറിയാം, അല്ലേ? എല്ലാവർക്കും അറിയാം. അബ്ദുൽ ഹക്കീം ഫൈസി ആദർശേരി ഈ അബ്ദുൽ ഹക്കീം ഫൈസിന്റെ കൂടെയാണ് ഇബ്രാഹിം ഫൈസിയൊക്കെ. ഞാൻ നേരിട്ട് വിളിക്കാറുണ്ട്. ഒരു പറയാറുണ്ട്, ഒരു സംഘം ഇങ്ങനെ നിൽക്കാട്ടോ ഈ സത്യത്തിലേക്ക്. മനസ്സിലായിക്കോളെ. അതും കൂടി ഞാനൊന്ന് പറയാൻ നിങ്ങളോട്. അവിടെ നല്ലൊരു ടീം ഒരുങ്ങി നിൽക്കുകയാണ്. ഇപ്പൊ 100 ചില്ലാൻ ആള് സമസ്ത വിട്ടില്ലേ? ഓരൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പ്രതീക്ഷ ഉള്ളതല്ല. അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദുആ ചെയ്യുമ്പോൾ ചെറിയ അങ്ങനെയൊന്നുമല്ല. വാഫി കോളേജ് എന്ന് പറഞ്ഞാൽ എന്നിട്ട് മുത്തുക്കോയ തങ്ങൾ പറയാണ്, മുജാഹിദുകളുടെ ഒരു കൃതിയും ഒരാദർശം ഇവിടെ പഠിപ്പിക്കരുത്, ഇവിടെ വാഫി കോളേജിൽ പഠിപ്പിക്കരുത്. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഹക്കീം ഫൈസി പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുന്നത്. ഹക്കീം ഫൈസി സത്യമാണ് പറഞ്ഞ ആ വിഷയത്തില്. അദ്ദേഹം പറഞ്ഞ എന്താ? പാളക്കിതാബിന്റെ പിന്നാലെ പോണോ? അല്ല നമ്മളോട് പറഞ്ഞ എന്താ? മതപരമായ അഭിപ്രായ ഭിന്നതയുണ്ടായാൽ പാളക്കിതാബിന്റെ പിന്നാലെ പോണെന്നാ എന്റെ ചോദ്യം. അബ്ദുൽ ഹക്കീം ഫൈസി ആദർശേരി എന്താ പറഞ്ഞത്? ഖുർആനിലേക്ക് സുന്നത്തിലേക്ക് മടങ്ങാൻ. അബ്ദുൽ ഹക്കീം ഫൈസി ആദർശേരിക്ക് വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ഞാൻ വെറുതെ പറയല്ല, ഞാൻ അതിന്റെ ഉള്ളിലത്തെ ചില കാര്യം എനിക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ട് പറയാം. നല്ലൊരു മനുഷ്യനാണ് അയാൾ. അതുകൊണ്ടാണ് അയാൾക്ക് ഇങ്ങനെ പറയാൻ കഴിഞ്ഞത്. കാരണം എന്താണെന്നറിയോ? കള്ളക്കഥകൾ നമ്മൾ എന്തിനാ അങ്ങനെ പ്രചരിപ്പിക്കുന്നത്? എവിടെയോ ഉള്ള പാളക്കിതാബിൽ ആരോ എഴുതി വലിച്ചു കൊണ്ടുവരുന്ന എന്തിനാ? ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. സമസ്തയിൽ ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. ശൈലികൾ തിരുത്തണം. അല്ല, പാരമ്പര്യവാദികള് അതിൽ സന്തോഷിക്കുന്നില്ല എന്ന് നമുക്ക് സംശയം വരില്ലേ? പുരോഗമനാശയങ്ങളോടുള്ള വൈമുഖ്യം, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഇതിലുണ്ട്. അപ്പൊ ഞങ്ങള് സ്ത്രീ വിദ്യാഭ്യാസത്തിന് അത് ഇച്ചിരി ചിട്ടയിൽ തന്നെ നടത്തണം എന്നുള്ള നിലപാടുകാരാണ്. ഈ പുരോഗമന കാലത്തിനനുസരിച്ച് പുരോഗമനപരമായ പിന്നെ ശൈലികൾ സ്വീകരിക്കാനുള്ള വൈമുഖ്യം അവസാനിപ്പിക്കപ്പെടണം. ഈ ഒരു തരം പഴഞ്ചൻ നിലപാട്, യാഥാസ്ഥിതിക നിലപാടിട്ട് നടക്കുന്നത്. നമ്മോട് സംവദിക്കുന്ന പ്രൊഫസർ അബ്ദുൽ ഹക്കീം ഫൈസി ആദർശേരി, അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ല. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹാപണ്ഡിതനാണ് അദ്ദേഹം. അറിവന്വേഷണത്തിലെ ഖുർആനിന്റെ മാർഗരേഖ എന്ന വിഷയത്തെ കുറിച്ച് നമ്മളോട് സംസാരിക്കും. നമുക്ക് യോജിക്കാവുന്ന ധാരാളം മണ്ഡലങ്ങളുണ്ടാകും. അവിടെയൊക്കെ യോജിച്ച് സഹകരിച്ച് പ്രദാനങ്ങൾ നടത്തി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും.
അഭിപ്രായ ഭിന്നതകൾ നമ്മുടെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാകുമെന്നാണ് ഞാൻ കണക്കുകൂട്ടുന്നത്. മുസ്ലിങ്ങൾ ഖുർആൻ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുന്ന സമൂഹം വളരെ വലിയൊരു സമൂഹമാണ്. ഈ സമൂഹത്തിന് വളരെ ഒതുങ്ങി ചുരുങ്ങി തദ്ദേശീയതകൾ പ്രാദേശികതകൾ ഒക്കെ അവഗണിച്ച് പ്രായോഗിക ജീവിതം നിർവഹിക്കാൻ പ്രയാസമാകുമെന്നാണ് ഞാൻ കണ്ടത്. അങ്ങനെ വരുമ്പോൾ നമ്മളെയൊക്കെ ഏകീകരിക്കുന്ന, ഒരുമിച്ച് നിർത്തുന്ന കുറെ പില്ലറുകൾ ഉണ്ടാവുകയും അവയെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ശാന്തമായി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയും ഭിന്നതകൾ സമൂഹ യാത്രത്തെ കാർന്നു എന്ന് വിടാതിരിക്കുകയും ചെയ്യുക എന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇങ്ങനെ കൊടുത്തു വാങ്ങി നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഖുർആന്റെ പേരിൽ സംഘടിക്കുക എന്ന് പറയുന്നത് കുറെ കൂടി ഹിതകരമായിട്ടുള്ളൊരു കാര്യമാണ്. ആ ഹിതകരമായ കാര്യം ആഴത്തിലുള്ളതായി തീരാൻ ഇപ്പോൾ ഈ സംവിധാനം ചെയ്യുന്ന തരത്തിൽ ഖുർആൻ പഠനം വലിയ അളവിൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്.